ബീട്രൂട്ട് തോരൻ തയ്യാറാക്കുന്ന സമയത്ത് ഇനി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതിനായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഒരു പകുതി സവാള ചെറുതാക്കി അരിഞ്ഞതും ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതേപോലെ തന്നെ പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഈ സവാള ഒന്ന് വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ നുറുക്കി എടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളം, അത്രേ ആവശ്യമുള്ളൂ, ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ കഷ്ണമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് നാളികേരം ചെറുകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക.